റെക്കോർഡ് എന്ന് കേൾക്കുമ്പോഴേ ആരും ഓർത്തുപോകുന്ന ഒരു പുസ്തകമുണ്ട്, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. അമ്പരപ്പിക്കുന്ന റെക്കോർഡുകളുടെ അപൂർവ ശേഖരമാണ് ഈ ഗ്രന്ഥം. അത്ഭുതങ്ങളുടെയും അപൂർവ നേട്ടങ്ങളുടെയും കഥയാണ് ഗിന്നസ് ബുക്കിന് പറയാനുള്ളത്. സത്യത്തിൽ ലോക റെക്കോർഡുകളുടെ ബൈബിൾ എന്നൊക്കെ വിളിക്കാവുന്ന ഗിന്നസ് ബുക്കിന് ഈ പേര് വന്നത് ഗിന്നസ് എന്ന ബിയറിൽ നിന്നുമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ അംഗീകൃത മദ്യശാലയിൽ വിളമ്പിക്കൊണ്ടിരുന്ന ബിയർ ആയിരുന്നു ഗിന്നസ്. 1950 കാലയളവിൽ ഗിന്നസ് ബ്രൂവറിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ഹ്യൂഗ് ബീവറിന് തോന്നിയ ആശയത്തിൽ നിന്നാണ് ഗിന്നസ് ബുക്ക് ഉണ്ടാവുന്നത്. ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗിന്നസ് ബിയറിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ ഉയർത്താം എന്ന ചിന്തയിൽ നിന്നും ഗിന്നസ് എന്ന പേര് ആളുകൾ മന്ത്രം എന്ന പോലെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നായി മാറ്റുന്നതിനുള്ള അവസരം ഹ്യൂഗ് ഉണ്ടാക്കിയെടുത്തു. 1951 ഒരു ഒഴിവുകാലം അയർലൻഡിലെ ഒരു നദിക്കരയിൽ പക്ഷിവേട്ട നടത്തുകയായിരുന്നു ബീവറും കൂട്ടുകാരും. പെട്ടെന്ന് ഒരു പറ്റം പക്ഷികൾ ആകാശത്തുകൂടെ പാഞ്ഞു പോകുന്നത് ബീവറുടെ കണ്ണിൽപ്പെട്ടു. ബീവർ തോക്കെടുത്ത് ഉന്നം പിടിച്ചു. പക്ഷേ തൊടുത്തുവിട്ട അമ്പുപോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ പക്ഷികൾ പറന്നു മറഞ്ഞിരുന്നു. ഗോൾഡൻ പ്ലോവർ എന്ന ഇനം പക്ഷികളായിരുന്നു അവ. പക്ഷികൾ പോയെങ്കിലും ഒരു സംശയം ബീവറുടെ മനസ്സിൽ കൂടുകൂട്ടി. യൂറോപ്പിലെ ഏറ്റവും വേഗമുള്ള പക്ഷി ഗോൾഡൻ പ്ലോവർ ആണോ, അതോ അവയെക്കാളും വേഗമുള്ള പക്ഷികൾ വേറെയുണ്ടോ? ഇക്കാര്യം തീർച്ചപ്പെടുത്താൻ ബീവർ നിശ്ചയിച്ചു. പലരോടും ചോദിച്ചു, പല പുസ്തകങ്ങളും പരിശോധിച്ചു. പക്ഷേ കൃത്യമായ ഉത്തരം മാത്രം കിട്ടിയില്ല. ഉത്തരം കണ്ടുപിടിച്ചേ അടങ്ങൂ എന്ന് ബീവർ തീരുമാനിച്ചു. ഒടുവിൽ ഒരു കാര്യം ബീവറിന് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന പതിവ് ലോകത്തെങ്ങുമില്ല എന്ന കാര്യം. അത്തരമൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എന്നായി അന്നു മുതൽ ബീവറിന്റെ ചിന്ത. റെക്കോർഡുകളെ കുറിച്ച് ആധികാരികമായ ഒരു ഗ്രന്ഥം അങ്ങനെയൊന്ന് തയ്യാറാക്കാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി. ബീവർ ലണ്ടനിലെ സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിക്കുന്ന നോറിസ് മക്വാർട്ടർ, റോസ് മക്വാർട്ടർ എന്നീ സഹോദരന്മാരുടെ സഹായം തേടി. ഇത്തരമൊരു ഗ്രന്ഥം തയ്യാറാക്കുവാൻ അവർക്കും താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ബീവറിന് ഉത്സാഹമായി. ഒടുവിൽ ആ ശ്രമം ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്തു. അങ്ങനെ 1954 നവംബർ 30 107 ഫ്ലീറ്റ് സ്ട്രീറ്റിൽ ലെഡ്ജറ്റ് ഹൗസിന്റെ മുകളിലത്തെ നിലയിൽ ഒരു കൺവേർട്ടഡ് ജിംനേഷ്യത്തിന്റെ 2 മുറികളിലായി ഗിന്നസ് സൂപ്പർലേറ്റീവിന്റെ ഓഫീസ് ആരംഭിച്ചു. ആദ്യഘട്ട റിസർച്ചുകൾ പൂർത്തീകരിച്ച് എഴുതപ്പെട്ട പുസ്തകം അങ്ങനെ 1955 ഓഗസ്റ്റ് 27 ആദ്യ ഗിന്നസ് ബുക്ക് പ്രസിദ്ധീകരിച്ചു. 198 പേജുകൾ ഉണ്ടായിരുന്നു ആ പുസ്തകത്തിന്. ലോകത്തിലെ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ഒന്നാമത്തേത് എന്നിവയെല്ലാം ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ചൂടപ്പം പോലെയായിരുന്നു ഗിന്നസ് ബുക്കിന്റെ വിൽപ്പന. അക്കൊല്ലവും ഡിസംബർ മാസത്തോടെ ആ വർഷത്തെ ഏറ്റവും വിൽപ്പനയുള്ള പുസ്തകമായി ഗിന്നസ് ബുക്ക്. ബൈബിളിനും ഖുറാനും ശേഷം 37 ഭാഷകളിലായി പ്രസിദ്ധീകരിക്കപ്പെട്ട $100 മില്യണിലധികം വിറ്റുവരവുള്ള ബെസ്റ്റ് സെല്ലർ ബുക്കായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് മാറി. ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു ഗ്ലോബൽ ബ്രാൻഡാണ്. ലണ്ടനിലും ന്യൂയോർക്കിലും ബീജിംഗിലും ടോക്കിയോയിലും ദുബായിലും ഓഫീസുകളും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബ്രാൻഡ് അംബാസിഡർമാരും ജഡ്ജസുമൊക്കെയായി ലോകം മുഴുവൻ പരന്നുകിടക്കുന്ന ഒരു ബ്രാൻഡ്. എല്ലാ വർഷവും ഇത്തരത്തിൽ റെക്കോർഡുകൾ ഭേദിക്കുന്നവരുടെ വിവരങ്ങൾ കണ്ടെത്തി അവ രേഖപ്പെടുത്തി ഗിന്നസ് ബുക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ആദ്യകാലത്തെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ബുക്കുകളിൽ എന്നതിൽ നിന്നും മാറി TV ഷോസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ലൈവ് ഇവന്റ്സ് എന്നിവയൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. റെക്കോർഡുകളെ കുറിച്ചുള്ള പുസ്തകത്തിന് തന്നെ വിൽപ്പനയിൽ റെക്കോർഡ്. അന്നു മുതൽ ഓരോ വർഷവും ഏറ്റവും പുതിയ റെക്കോർഡുകളോടെ ഗിന്നസ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു. ഇതിനിടയിൽ 1957, 1959 എന്നീ വർഷങ്ങളിൽ മാത്രമേ ഗിന്നസ് ബുക്ക് പുറത്തിറങ്ങാതിരുന്നിട്ടുള്ളൂ. ലോകത്തെ എല്ലാ ദിവസവും എവിടെയെങ്കിലും അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കുന്നു. ചില അത്ഭുതങ്ങളിൽ പ്രകൃതി തന്നെയാണ് നായകനെങ്കിൽ മറ്റു ചിലതിൽ പ്രകൃതിയിലെ ഏറ്റവും വലിയ അത്ഭുതമായ മനുഷ്യനാണ് നായകൻ. കല, സാഹിത്യം, സ്പോർട്സ്, സയൻസ്, സാഹസങ്ങൾ എന്നിങ്ങനെ മനുഷ്യനുമായി ബന്ധമുള്ള എല്ലാ രംഗങ്ങളിലും പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നു. ഇവയെക്കുറിച്ച് ആധികാരികമായി വിവരം നൽകുന്നത് ഗിന്നസ് ബുക്കാണ്. അയർലാൻഡിലുള്ള ആർതർ ഗിന്നസ് ആൻഡേഴ്സൺ എന്ന കമ്പനിയാണ് ഗിന്നസ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ 20ലധികം ലോക ഭാഷകളിൽ ഗിന്നസ് പ്രസിദ്ധീകരിക്കുന്നു. ഇന്ത്യൻ ഭാഷകളിലും ഗിന്നസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1974 ഗിന്നസ് ബുക്ക് ഒരു സ്വയം റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പകർപ്പവകാശമുള്ള പുസ്തകം എന്ന റെക്കോർഡ് ഗിന്നസ് ബുക്ക് നേടി. അങ്ങനെ ഗിന്നസ് ബുക്കിന്റെ പേര് ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു.
ലോകശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള കുറുക്കുവഴിയായി ഗിന്നസിനെ കാണുന്നവരുണ്ട്. അതിനുവേണ്ടി അസാധ്യമായതും അപകടം പിടിച്ചതും അഭ്യാസങ്ങളും ചെയ്യുന്നു. ഗിന്നസ് ബുക്കിൽ സ്വന്തം പേരും പടവും അച്ചടിച്ച് കാണാൻ അവർ കൊതിക്കുന്നു. അതിനായി ജീവൻ പണയപ്പെടുത്താനും അവർ തയ്യാറാണ്. റെക്കോർഡുകൾക്ക് സ്ഥിരതയില്ല. ചില റെക്കോർഡ് വേഗത്തിൽ തകരുന്നു, മറ്റു ചിലത് ഏറെക്കാലം നിലനിൽക്കുന്നു. ഓരോ വർഷവും ഓരോ പുത്തൻ റെക്കോർഡുകളുമായി ഗിന്നസ് പുറത്തിറങ്ങുന്നു. തുടങ്ങിയത് ഗിന്നസ് ബ്രൂവറിയുടെ പേരിലായതുകൊണ്ട് ഇന്നും അതേ പേരിൽ തന്നെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അറിയപ്പെടുന്നത് എന്ന് മാത്രം. ഗിന്നസ് ബുക്കിന്റെ ഉടമസ്ഥാവകാശം ബ്രൂവറിൽ നിന്നും കൈമാറി ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു. റെക്കോർഡ് ഭേദിക്കുന്നവരുടെ പ്രിയ സ്വപ്നമാണ് ഇന്നും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ബിയറിനെ പ്രൊമോട്ട് ചെയ്യാൻ ആരംഭിച്ചതാണെങ്കിലും ഇന്നത് പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾക്കുള്ള റഫറൻസ് ബുക്കായി നിലനിൽക്കുന്നു.